ഒട്ടും പ്ലാൻ ചെയ്യാതെ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ്, വട്ടവടയ്ക്കൊരു പാക്കേജ് ഉണ്ട്, 4000 ആണ് പെർ പേഴ്സൺ വരുന്നത്, നമുക്ക് പോയാലോ എന്ന്. വട്ടവടയ്ക്കാന്ന് കേട്ടപ്പോൾ ലഡു പൊട്ടിയെങ്കിലും പാക്കേജ് എടുത്ത് പോകണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് കാവ്യ. ഇവള് UAE വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് പോകണമെന്ന് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകാനുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യലും അതുപോലെ തന്നെ സ്റ്റേ ബുക്ക് ചെയ്യലൊക്കെ എൻ്റെ തലയിലായിരുന്നേ. ട്രിപ്പ് പോകാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. KSRTCയിലാണ് കേട്ടോ നമ്മൾ വട്ടവട വരെ പോയത്, അവിടെ നിന്ന് അങ്ങോട്ട് ജീപ്പിലും. വട്ടവട എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നെങ്കിലും എനിക്കൊരു 2-3 ദിവസമൊക്കെ അവിടെ നിൽക്കണം എന്നുള്ളതായിരുന്നേ. പക്ഷെ നമ്മൾ ആകെ ഒരു ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അതായത് ഒരു ദിവസമേ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സേഫും ഹാപ്പിയും ആയ ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ അത്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു അടിപൊളി സ്ഥലം, കാണാൻ ഭംഗിയുണ്ട്, തിരക്കില്ല, ബഹളങ്ങളില്ല, നല്ല സമാധാനമുള്ള സ്ഥലം. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സമയം ലേറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഈ യാത്രയും അതുപോലെ തന്നെ സ്റ്റേയും ഒക്കെ കുറിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതിയേ. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നിങ്ങൾ കൂട്ടില്ല, പൈസ കൂടുതലാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കേട്ടോ വട്ടവട. നല്ല ഈസിയായി സേഫായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റും കേട്ടോ. നമ്മളവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റേ ഓണർ മനോജ് എത്തിയിട്ടുണ്ടായി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.